മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 8-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. Letter to Galatians chapter 6 verse 8. എന്തെന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്തെടുക്കും, ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. നടന്ന വിത്ത് ചെറുതാണെങ്കിലും കാലാന്തരത്തിൽ വലിയ ചെടിയും വളരെ ഫലങ്ങളും ഉണ്ടാകും. ഏത് വിത്ത് വിതയ്ക്കുന്നുവോ അതിന്റെ ഗുണത്തിലും സ്വഭാവത്തിലുമുള്ള ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. മാവിൻ തൈ നട്ടാൽ വലിയ മാവും മാമ്പഴവും ഉണ്ടാകും. കാഞ്ഞിരത്തൈ നട്ടാൽ കാഞ്ഞിരവും കയ്പ് നിറഞ്ഞ കായ്കളും ഉണ്ടാകും. അതുപോലെ തന്നെ ജഡിക ചിന്തകളും അതിനുസൃതമായ പ്രവൃത്തികളും അല്പാൽപമായി ആരംഭിച്ചാൽ പിൽക്കാലത്ത് മ്ലേച്ഛ ജീവിതം നയിക്കുവാൻ മടിയുണ്ടാവുകയില്ല. നേരെ മറിച്ച് ആത്മീയ ചിന്തകൾക്കനുസരണമായ ആരംഭമിട്ടാൽ ധന്യമായ ജീവിതം പിൽക്കാലത്തുണ്ടാകും. നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഭാവിയിൽ വലിയ രൂപാന്തരം ജീവിതത്തിൽ വരുത്തും. കപ്പൽ ക്ഷേത്രത്തിൽപ്പെട്ട സിൻബാദ് വിജനമായ ഒരു ദ്വീപിൽ ചെന്ന് കയറി. അലഞ്ഞു നടന്ന് ഒരു പുഴയരികിലെത്തിയപ്പോൾ നദി കടക്കാൻ ആഗ്രഹിച്ച് കരയിലിരിക്കുന്ന ഒരു വൃദ്ധനെ കണ്ടു. അയാളുടെ അപേക്ഷ അനുസരിച്ച് സിൻബാദ് അയാളെ തോളിലേറ്റി മറുകരെ എത്തിച്ചു. പക്ഷേ വൃദ്ധൻ തോളിൽ നിന്ന് ഇറങ്ങുവാൻ തയ്യാറായില്ല. ദീർഘനാളേക്ക് ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴുമെല്ലാം അയാളെ ചുമക്കണമായിരുന്നു. സിൻബാദിന്റെ കഴുത്ത് അയാളുടെ കാലുകൾക്കിടയിൽ ഞെരുങ്ങി. ഇതുപോലെ പാപം സ്നേഹഭാവത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കും. പെട്ടെന്ന് രൂക്ഷമൂർത്തിയായി രൂപാന്തരപ്പെടും. അവസാനം നമ്മെ നശിപ്പിക്കും. വല വീശിയപ്പോൾ മുക്കുവന് ലഭിച്ച കുടം തുറന്നപ്പോൾ ഉള്ളിൽ നിന്ന് ഭൂതം വെളിയിൽ വന്ന് അയാളെ വിഴുങ്ങുവാൻ വെമ്പൽ കൊണ്ട് ആക്രോശിച്ചതായ ഒരു കഥയുണ്ട്. അതുപോലെ പാപം ക്രമേണ വളർന്ന് ഭീകരരൂപം പ്രാപിച്ച് നമ്മെ നശിപ്പിക്കും. പാപത്തിന്റെ ഏറ്റവും ചെറിയ വിത്തിന് പോലും നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കരുത്. എന്തു വിതച്ചാലും ഫലം പല മടങ്ങായിരിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.